പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000 ആരാധന ശക്തിയാൽ കർത്താവ് ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയാണ്. ഈശോയെ, നിന്റെ വലതുകരത്തിൻ്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി കർത്താവ് ഇന്ന് യാത്രയ്ക്ക് ഒരുങ്ങുന്ന ഓരോ മക്കളുണ്ട്. ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോണവരുണ്ട്. ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട്. കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന് ആണിപ്പെടുതാന്ന് വലതുകരം മക്കളുടെ ശിരസ് വെക്കണമേ. അവർ പോകുന്നിടത്തേക്കല്ല, നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിന്റെ കൂടെ വരുമെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈശോയെ, അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ വ്യത്യസ്ത വിളികളിലെ പ്രയാസം അനുഭവിക്കുന്നുണ്ട് ഈശോയെ, അവരെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, വീടില്ലാത്തവരുണ്ട് ഈശോയെ, അതുപോലെ കുടുംബത്തിൽ കലഹങ്ങളുള്ളവരുണ്ട് ഈശോയെ, ഭാര്യാഭർത്താക്കന്മാർ പിരിഞ്ഞ് താമസിച്ചിട്ട് ഐക്യപ്പെടാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ഈശോയെ, ജീവിത പങ്കാളിയെ കിട്ടാത്ത പുരുഷന്മാരുണ്ട് ഈശോയെ, ജീവിത പങ്കാളിയെ കിട്ടാത്ത സ്ത്രീകളുണ്ട് ഈശോയെ. കർത്താവെ, ഈ കാലങ്ങളിലെല്ലാം മനസ്സമ്മതം നടക്കുകയും ക്രിസ്മസ് കഴിയുമ്പോൾ കല്യാണം വരാൻ പോകുന്ന ആൾക്കാരെല്ലാം നീ അത് ഓർക്കണമെന്ന് പ്രാർത്ഥിച്ചോയെ. അന്യനാടുകളിലും വിദേശങ്ങളിലൊക്കെ ജീവിക്കുന്നവരും മക്കൾക്ക് അവർക്ക് പറ്റുന്ന ജീവിത പങ്കാളിയെ കിട്ടാതെ വിഷമിക്കുന്നവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരും ഒരു പ്രൊമോഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. 10 പൈസ കൂടുതൽ കിട്ടിയാലേ കടങ്ങൾ പരിഹരിക്കപ്പെടുന്ന ഓർത്തുകൊണ്ട് വെണ്ണീരായി പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. അവർക്ക് എത്രയും വേഗം ഒരു പോംവഴി കിട്ടാൻ പരിശുദ്ധ മാതാവ് ആശ്രയിക്കട്ടെ. പലതരത്തിലുള്ള അപകടങ്ങൾ, ആക്രമണങ്ങൾ അനുഭവിക്കുന്നവർ, ജലജീവികളുടെയും വിഷജന്തുക്കളുടെയും ആക്രമണങ്ങളിൽ പെട്ടിരിക്കുന്നവർ കർത്താവിൻ്റെ രക്തം അവരെ തിളക്കപ്പെടുകയും ഇതോടുകൂടി അവരുടെ രോഗങ്ങൾ വിട്ടുമാറുകയും യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു.
അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ബൈബിളിൽ എപ്പോഴും നമുക്കിത് ആഗമനകാലമാണ്, കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കിപ്പാർക്കുന്ന കാലമാണ്. പൊതുവെ നമ്മൾ നോക്കിപ്പാർക്കുന്നൊരു വിഷയം എന്താ? ദൈവത്തിൻ്റെ മഹത്വമാണ്. അത് നമുക്ക് ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതെന്താ? അത് സെൻറ്റ് പോളിൻ്റെയും ആദിമസഭയുടെയും എക്സ്പീരിയൻസ് ഓഫ് ഗോഡാണ്. റോമ 8:18 വായിച്ചേ. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. വിഷയം എന്താണെന്നറിയാമോ? ഇപ്പം നമ്മൾ EMI എന്നൊക്കെ പറയത്തില്ലേ? നമ്മളെവിടെയെങ്കിലും ലോൺ എടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇക്വലൻ്റ് ആയിട്ട് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ കൊടുക്കും, EMI. അപ്പോഴേ നമ്മൾ എടുത്ത ലോണിൻ്റെ ആനുപാതികമായിട്ടുള്ള ഡിവിഡൻഡ് ഡിവൈഡ് ചെയ്തിട്ടുള്ള ഷെയറാണ് നമ്മൾ പലിശ സഹിതം അടക്കണം. പക്ഷേ ബൈബിൾ പറയണത് നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മളിപ്പോൾ അടച്ചുകൊണ്ടിരിക്കുന്ന EMI വളരെ ചുരുക്കമാണ്. എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമ്മൾ എന്തെങ്കിലും കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വചനത്തിൻ്റെ തന്നെ ഒരു പ്രോസസ്സിങ്ങിൽ നമുക്ക് മനസ്സിലാകേണ്ടത്, ഭൂമിയിൽ ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളെ സെൻറ്റ് പോള് നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യാൻ വേണ്ടിയാണ് കിട്ടിയിരിക്കുന്ന വെളിപാട്. അങ്ങനെ വരുമ്പോൾ എന്താ വിഷയം എന്ന് പറയുന്നത്, നമുക്കുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളെ എന്തു ചെയ്യണം? നമ്മളതൊരു ഷെയറായിട്ട് നമ്മൾ നമ്മുടെ ഷെയറായിട്ട് അടയ്ക്കുക. കർത്താവിൻ്റെ കഷ്ടനഷ്ടങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് അടച്ചാലേ പറ്റത്തുള്ളൂ. കാര്യം കഷ്ടനഷ്ടങ്ങളെ കൃപയാക്കി മാറ്റിയത് ഈശോയല്ലേ. ഇപ്പോൾ ഈശോയുടെ സീല് അടിച്ചിട്ടാണ് നമ്മൾ എക്സ്പോർട്ട് ക്വാളിറ്റി എന്നൊക്കെ. ഇപ്പം നമ്മളുടെ ഈ ആലപ്പുഴയൊക്കെ കുറേ അധികം കയർ ഫാക്ടറികളില്ലേ. അപ്പോൾ ആ കയർ ഫാക്ടറികളൊക്കെ ഈ കയറൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് വീടുകളിലൊക്കെയാണേ. തറയൊക്കെ കെട്ടി ആൾക്കാർ 2-3 ആൾക്കാരൊക്കെ ഇന്നുകൊണ്ട് ചെയ്യണതാണ്. പക്ഷേ അത് വലിയ കമ്പനിയിൽ ചെല്ലുമ്പോൾ അവരത് ഡ്രിം ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റ് ചെയ്തിട്ട് അവിടെ സീലടിക്കുമ്പോഴാണ് അത് എക്സ്പോർട്ട് ക്വാളിറ്റി ആയിട്ട് മാറുന്നത്. നമ്മുടെ സഹനങ്ങൾക്കും അതുപോലെ സീലിംഗ് ഉണ്ട്. എന്താണ്? നമ്മുടെ സഹനങ്ങളെ ലഭിക്കാതിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ നാമത്തിൽ സീലടിക്കണം. കാര്യം ക്രിസ്തുവിൻ്റെ സീലടിച്ചാൽ മാത്രമേ ഇത് മുകളിൽ മഹത്വമായിട്ട് കൺവേർട്ട് ആകത്തുള്ളൂ. അപ്പോൾ അതിന് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതാണ്. അല്ല വെറുതെ ആരെങ്കിലും വഴി കിടന്ന് സഹിച്ചുകൊണ്ട് കാര്യമില്ല. മറിച്ച് ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം ഇപ്പം ചിലരൊക്കെ വാസ്തവത്തിൽ ഇത്തിരി സഹനം കൂടുതൽ വാങ്ങിക്കും. അവിടെ ഇപ്പം ഈശോയ്ക്ക് ഒന്നും മാക്സിമം വാങ്ങിച്ചില്ലേ. അതിൽ ഈശോയുടെ നല്ല പ്രായത്തിൽ ഈശോ മരിച്ചു എന്നുള്ളതാണ്. എപ്പോഴും നമ്മുടെ മക്കളൊക്കെ തന്നെ ഇല്ലേ, 20 വയസ്സിലൊക്കെ മരിക്കണ മക്കളില്ലേ, 30 വയസ്സിൽ മരിക്കും. അപ്പന്മാർ തന്നെ നമുക്ക് 3-4 വയസ്സുള്ളപ്പോൾ മരിക്കും.
ചിലപ്പോൾ 10 വയസ്സുള്ളപ്പോൾ മരിക്കും. എൻ്റെ അപ്പൻ എനിക്ക് 15 വയസ്സുള്ളപ്പോൾ മരിച്ചത്. അപ്പോൾ ഈ വിഷയം അപ്പം നമുക്കുണ്ടാകുന്ന കഷ്ടങ്ങളെന്ന്, ഇന്നത്തെ കഷ്ടതയെന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നത്തെ കഷ്ടതകളെ നിരസാരമാക്കണമെന്നാണ് ബൈബിൾ പറയണത്. അല്ല, കഷ്ടങ്ങളെ കൊണ്ട് മുങ്ങിക്കൊണ്ട് ജീവിതകാലം പോയി നടക്കരുതെന്നാണ് പറയണത്. എന്ത് ചെയ്യണം? അത് നമുക്ക് ലഭിക്കായ മഹത്വത്തോട് താരതമ്യം ചെയ്ത് അതിൻ്റെ ഷെയറായിട്ട് നടക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ വരുമ്പോൾ എനിക്ക് മരണം ലാഭമാണെന്നൊക്കെ പൗലോസ് പറയണില്ലേ? ആ രീതിയിലാണ് പറയണത്. കാരണം ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെ ഓർക്കുമ്പോൾ എനിക്ക് മരണം നേട്ടമാണെന്ന് പറയണത്. ഈ മരണം നേട്ടമാണെന്ന് നമ്മുടെ വിശ്വാസം മാത്രമേ പറയത്തുള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ വിഷയത്തിൽ എനിക്ക് വീടില്ല, ജോലിയില്ല, ഭർത്താവ് നേരത്തെ മരിച്ചു, കുഞ്ഞുങ്ങളെന്നെ മനസ്സിലാക്കണില്ല, മക്കളെല്ലാം മനസ്സിലാക്കണം, ഈ അപരാധിയും പറഞ്ഞുകൊണ്ട് ജീവിതകാലം മുഴുവൻ നിരങ്ങരുത്. അപരാധികൾ സ്റ്റോപ്പ് ചെയ്യണം. കാര്യം എന്താണ്? കർത്താവ് പറഞ്ഞു, ഒരു ദിവസം വരും, അത് നിങ്ങൾ എന്നോട് ഒരു അപരാധിയും ചോദിക്കത്തില്ലെന്ന് പറഞ്ഞു. എന്താ കാര്യം? ആ ദിവസം ഏതായിരിക്കും? കർത്താവിൻ്റെ ലഭിക്കായ്ക്ക് മഹത്വത്തിന് വേണ്ടി നമ്മൾക്ക് നിന്ന് വാങ്ങിക്കുന്ന EMI ആണ് നമ്മുടെ സഹനങ്ങളെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അമ്മയുടെ ജീവിതത്തിലേക്ക് വെങ്കടേശ്വര തുറക്കുകയും ആ ട്രഡീഷൻ അനുസരിച്ച് അമ്മയുടെ ഭർത്താവ് 20ാമത്തെ ഈശോയ്ക്ക് 20 വയസ്സുള്ളപ്പോൾ മരിച്ചായിരുന്നു. പിന്നെ ഈശോയും അമ്മയുമായിട്ടാണ് ജീവിച്ചിരുന്നത്. 10 കൊല്ലം കൂടി കഴിഞ്ഞപ്പോൾ ഈശോയും വീട് വിട്ട് ഇറങ്ങിപ്പോയി. അമ്മ ഒറ്റക്കായി. അമ്മ ഒറ്റക്കായി ശരിക്കും. അപ്പോൾ ഈ ഒറ്റപ്പെടലിലൂടെയാണ് അവർ ജീവിക്കുമ്പോഴും, പക്ഷെ അവർക്ക് ഉള്ള വിഷയം അവരൊരു വചനത്തിൽ വിശ്വസിച്ചാണ് ജീവിക്കുന്നത്. എന്താണ് അവർ? എന്ത് വചനത്തിലാണ്? നിന്ന് ഉത്ഭവിക്കുന്ന അത്യുന്നതൻ ദൈവത്വം വിളിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ട് യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ എന്നേക്ക് വലിയവനായിരിക്കും, സിംഹാസനം അവന് നൽകുമെന്ന് പറഞ്ഞില്ലേ? അപ്പം അമ്മ ആ രക്ഷകനാണെന്നുള്ള ബോധ്യത്തിലാണ് ജീവിക്കുന്നത്. വരാൻ പോകുന്ന മഹത്വത്തെക്കുറിച്ച് ഓർത്തിട്ടാണ് അമ്മ ഔസേപ്പിതാവിൻ്റെ മരണവും ഈശോ ഇറങ്ങിപ്പോയതും എല്ലാം വകവെച്ച് അതിനെയൊക്കെ എടുത്ത് വർദ്ധിത സന്തോഷമാക്കുകയും ആന്തരിക സന്തോഷമാക്കി മാറ്റണം. അങ്ങനെ അപ്പം ഇതിൻ്റെ വിഷയം ജീവിതത്തിൽ പല പല കാലാവസ്ഥകളുണ്ടാകും. അപ്പോഴൊക്കെ ദൈവം എന്നോട് എന്തോ അനുമതി ചെയ്ത്, എൻ്റെ കൂട്ടുകാരത്തിൻ്റെ ഭർത്താവ് ജീവിച്ചിരിക്കണമല്ല, എന്നോട് ദൈവം ഇങ്ങനെ അനുമതി ചെയ്ത്, എനിക്ക് മക്കളില്ല, ഈ മരണം വരെ മക്കളില്ലാത്തവർ, എനിക്ക് മക്കളില്ലേ, അവർക്കെല്ലാം മക്കളുണ്ട്, ഇപ്പോൾ മക്കളുണ്ടായിരുന്നെങ്കിൽ ഇപ്പം എന്നെ നോക്കിയാൽ, അങ്ങനെ ഒന്നും പറയരുത്. ആ ദിവസങ്ങളിൽ നിങ്ങൾ എന്നോടൊന്നും ചോദിക്കത്തില്ലെന്ന്. കാര്യം എന്താണ്? ക്രിസ്തുവിനെ നേടാൻ വേണ്ടിയാണ് ഇതൊക്കെ കുപ്പയായിട്ട് കരുതുന്ന ഒരു സമയമുണ്ടാകും. അന്ന് നമ്മൾ അപരാധികൾ നിർത്തും. ഞാൻ ഇന്നലെ പറഞ്ഞത് ആന്തരിക മനുഷ്യനെക്കുറിച്ചാണ്, ഇന്ന് പറയണത് ആന്തരിക മനുഷ്യനെക്കുറിച്ച്, നമ്മുടെ മതത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ചാണ്. ഓളോണേഴ്സാണ് ഇത് പറ്റത്തില്ലെങ്കിലും പതുക്കെ ഇത് പറ്റും. ഈ അനുഭവത്തിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ സൗന്ദര്യം അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഓരോ ദിവസം വളരണം മക്കളെ. ഓരോ ദിവസവും ദൈവം തരണത് ക്രിസ്തു വളരാൻ വേണ്ടിയാണ്. അപ്പം ലഭിക്കുന്ന സാഹചര്യങ്ങളിൽ പരാതികളില്ലാതെ, നിരാശയില്ലാതെ പ്രത്യാശയോടെ മുന്നേറുക. പ്രൈസിലാണ്. അങ്ങനെ മാതാവ് വഴി ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ സഹോദരന് തന്നെ മാൾട്ടയിൽ വർക്ക് ചെയ്യുമ്പോൾ കമ്പനിയിൽ വെച്ച് വലത്തെ കയ്യിലൊരു ഒരു കയ്യിൽ ഒരു തരിപ്പ് പോലെ വന്നായിരുന്നു. അവിടുത്തെ ഡോക്ടറിനെ ചെന്ന് കണ്ടു. അപ്പോൾ പറഞ്ഞു, സർജറി ഉറപ്പായിട്ടും വേണ്ടി വരും, നിങ്ങൾ മെഡിക്കലി ഫിറ്റല്ല, സോ കമ്പനിയിൽ ജോലി ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ നാട്ടിൽ വെച്ചു അമ്മയുടെ വലത് കൈയിൽ നമ്മുടെ മാതാവിൻ്റെ ഉടമ്പടി തൈലവും ഉപ്പും പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി മകന് വേണ്ടി അമ്മ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി അടുത്ത ടെസ്റ്റിന് പോയപ്പോഴേക്കും കയ്യിൽ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. കൂടാതെ ഒരു മെഡിസിനും ഉപയോഗിച്ചില്ല. പൂർണ്ണ സൗഖ്യം ലഭിച്ചു. ആ കമ്പനിയിൽ തന്നെ ജോലിക്കായി പ്രവേശിച്ചു. പിന്നെ എൻ്റെ അമ്മയുടെ സഹോദരിയുടെ മരുമകന് കയ്യിലൊരു സർജറി വേണ്ടി വന്നു. അപ്പോൾ അവർ കൃപാസനത്തിലൊന്നും വന്നിട്ടില്ല.
എൻ്റെ അമ്മ ഇവിടെ ഉടമ്പടിയിൽ നിയോഗം വെച്ചായിരുന്നു ആ സഹോദരൻ്റെ കയ്യിൽ സർജറി ഇല്ലാതെ തന്നെ സൗഖ്യം നൽകണമേ എന്ന്. അതിൻ്റെ ഫലമായി സർജറി ഇല്ലാതെ തന്നെ ആ മകന് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. അമ്മ മാതാവിന് ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങളുടെ ഭവനത്തിൽ അമ്മ മാതാവിൻ്റെ സുഗന്ധങ്ങൾ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ പ്രാർത്ഥനയിൽ ഒത്തിരി വളർന്നു. ആദ്യമൊക്കെ എനിക്ക് പത്രം കൊടുക്കാൻ തന്നെ ഒരുപാട് മടിയായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ പഠിച്ചതാണ്, എൻ്റെ ഫ്രണ്ട്സ് കാണും, റിലേറ്റീവ്സ് കാണും, അങ്ങനെ ഞാൻ ആദ്യമൊക്കെ ഇത്തിരി മടിച്ചായിരുന്നു. പക്ഷേ പിന്നെ എനിക്കതൊന്നുമല്ല. ചിലർക്ക് പത്രം കൊടുക്കുമ്പോൾ അവർ പറയുമായിരുന്നു, കാശ് വേണോ, കാശിനാണോ നിങ്ങൾ പത്രം തരുന്നതെന്ന്. പക്ഷെ ഞാൻ പറയുമായിരുന്നു, ഇത് നിങ്ങൾ വായിച്ചു നോക്ക്, അപ്പം ഇതിൻ്റെ ഫലം നിങ്ങൾക്കറിയും. അങ്ങനെ സൗഖ്യം ലഭിച്ച ഒരുപാട് അനുഭവങ്ങളുണ്ട്. മാതാവിൻ്റെ മധ്യസ്ഥയായാലും ഉടമ്പടി പത്രത്താലും ഉപ്പ് ഉപയോഗിച്ചതിനാലും. എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ സൗഭാഗ്യങ്ങൾക്കും കൃപാസന അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. ഇനിയുള്ള 2 നിയോഗങ്ങൾ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അതിന് ഞങ്ങൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയുമെന്നുള്ള ഉറപ്പായ വിശ്വാസം എനിക്കും എൻ്റെ അമ്മയ്ക്കും എൻ്റെ കുടുംബത്തിനും ഉണ്ട്. കൃപാസന അമ്മയ്ക്ക് കോടാനുകോടി നന്ദി, ഒത്തിരി നന്ദി. എൻ്റെ പേര് സുംഹി. ഞാൻ കോട്ടയത്ത് വെള്ളൂരിൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ മോളുടെ കാര്യം പറയാനാണ് വന്നേക്കുന്നത്. എനിക്ക് ചെയ്തുതന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും യേശുവിനും 1000 കോടി നന്ദി ഞാൻ പറയുന്നു. എൻ്റെ മോളെ ദുബായിൽ വർക്ക് ചെയ്യുമായിരുന്നു. അവൾ 10 വർഷമായി MOH കിട്ടിയിട്ട് അവൾക്ക് ഈ 2020 വരെ അവൾക്കൊരു ജോലി, ഗവൺമെൻറ് ജോലി കിട്ടിയില്ല. അവൾക്ക് സാലറിയും കിട്ടും. 4 മാസം കൂടുമ്പോഴാണ് അവൾ ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്ന് സാലറി കിട്ടുന്നത്. അവൾ എന്നോട് പറഞ്ഞു, അമ്മേ എനിക്ക് ഇവിടുന്ന് മാറണം, എനിക്ക് വേറൊരു ജോലി കിട്ടുമെന്നറിയത്തില്ല എന്നെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോൻ മാറിക്കുമോ, നമുക്ക് മാതാവ് കൂടെ ഉണ്ട്, മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴൊന്നും ഉടമ്പടി എടുത്തിട്ടില്ല. ആ മാസമാണ് എനിക്കൊരു പത്രം കൈ കിട്ടുന്നത്. അത് വെച്ചാണ് ഞാൻ ഇവളോട് പറയുന്നത്, മോനെ അമ്മ നമ്മളെ അനുഗ്രഹിക്കും, മോൻ ജോലി മാറിക്കോളാൻ പറഞ്ഞു. അവൾ ജനുവരിയിലാണ്, 2020 ജനുവരിയിൽ. അവൾ ഏപ്രിൽ 30 വരെ ഇറങ്ങാമെന്നുള്ള എഴുതി കൊടുത്തു. ഞാനിപ്പോൾ അവളോട് പറഞ്ഞു, മോനെ ഏപ്രിൽ 30-നകം മോന് വരും, ഒരു ഗവൺമെൻറ് ഇൻ്റർവ്യൂ വരും മോനെ. എൻ്റെ മാതാവിനോടും പ്രാർത്ഥിച്ചു, അമ്മേ എൻ്റെ കുഞ്ഞിനൊരു ഗവൺമെൻറ് ഇൻ്റർവ്യൂ കൊടുക്കണേന്ന്. ഏപ്രിൽ 22-ന് അവൾക്ക് ഗവൺമെൻറ് ഇൻ്റർവ്യൂ വന്നു. അവൾ ഓഗസ്റ്റ് 1-ന് ജോലിക്ക് കയറുകയും ചെയ്തു. അതിന് മുൻപ് ജോലിക്ക് കയറുന്നതിന് 2-3 മാസം മുമ്പേ അവൾ വണ്ണം ഉണ്ടെന്നും പറഞ്ഞ് എക്സസൈസ് ചെയ്തതാണ്. നടുവിന് ഒരു വിലക്കുണ്ടായിട്ട് ഭയങ്കര വേദനയായിരുന്നു. അന്ന് അവധി ദിവസമാണ്. ദുബായിലാണ്, ഒരു ഹോസ്പിറ്റലുകൾ അന്ന് അവധിയാണ്, ബക്രീദ് ഏതാണ്ടായിരുന്നു. അവൾ ഭയങ്കര കരച്ചിൽ കിടന്നു. കൊച്ചിന് എടുക്കാനും മേല, നിൽക്കാനും മേല, ഡ്രസ്സ് ഇടാൻ മേല, ഭയങ്കര കരച്ചിൽ. ഞങ്ങൾ ഒരു വിധത്തിൽ ആംബുലൻസ് വിളിച്ച് കൊണ്ടുപോകണോ, കാറിൽ ഇരുത്താൻ മേല, കടത്താൻ മേല സാധനം. ഞങ്ങൾ ഒരു വിധത്തിൽ അതിൻ്റെ തല കറങ്ങി പോവുക. അതിന് ഞങ്ങൾ ഒരു വിധത്തിൽ കുഞ്ഞിനെ ഒരു വിധത്തിൽ ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ചു. അപ്പം ഒക്കെ ജോലി ഓഗസ്റ്റ് 1 മുതൽ ജോലി പറഞ്ഞിരുന്നതാണ്. ജൂലൈ ലാസ്റ്റാണ് ഈ സംഭവം നടക്കുന്നത്. അവിടുന്ന് അവിടെ കൊണ്ടുവന്ന് എക്സ്റേ എടുക്കാൻ പോലും വയ്യ, തല കറങ്ങിപ്പോവുക. അവർ മരുന്നെല്ലാം ഇഞ്ചെക്റ്റ് ചെയ്തു. 2-3 മണിക്കൂർ കഴിഞ്ഞ് അവിടെ എക്സ്റേ എടുത്ത് ഡോക്ടർ പറഞ്ഞു, ഇത് സംഭവം 1 മാസം കറക്റ്റ് ബെഡ് റെസ്റ്റ് വേണം, 3 മാസം റെസ്റ്റ് എടുക്കണം, വെയിറ്റ് എടുക്കുക ഒന്നും ചെയ്യാതെ വേണം. അതുപോലൊക്കെ സംഭവിച്ചു പോയി. എന്തോ പറഞ്ഞ് എനിക്ക് മനസ്സിലാകുന്നില്ല അസുഖം എന്തായിരുന്നെന്ന്. ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു, അമ്മേ എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണേ, 10 വർഷമായിട്ട് ജോലി ഇല്ലാതിരുന്ന് അവൾക്കൊരു ജോലിക്ക് ഓഗസ്റ്റ് 1-ന് കയറാൻ പറ്റിയ രീതിയിൽ ജോലി ശരിയായി വരുവാണ്. ഇനി അമ്മയെ കാത്തോളണേന്ന് പ്രാർത്ഥിച്ചു. അന്ന് ഓഗസ്റ്റ് 1 പറയുന്നത് 2020 ഓഗസ്റ്റ് 1 ഒരു ചൊവ്വാഴ്ചയായിരുന്നു. അപ്പം വെള്ളിയാഴ്ച അവൾക്ക് ഈ വേദന കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിൽ കൊണ്ട് കിടത്തി. അവൾക്ക് വേദനയാണ്, എഴുന്നേക്കാൻ മേലെ, ഫുഡ് കടന്നുകൊണ്ട് കൊടുത്തു. ശനിയും ഞായറും കഴിഞ്ഞ് ചൊവ്വാഴ്ച രാവിലെ ഞാൻ അച്ഛൻ ഓൺലൈനായിട്ട് പ്രാർത്ഥിക്കുന്നത് കേൾക്കാൻ വേണ്ടി അച്ഛനോട് പറയാൻ വേണ്ടി ഒരുങ്ങുവാണ്. എനിക്ക് അതിനകത്ത് ഓൺലൈനായിട്ട് കയറാൻ പറ്റുന്നില്ല. അന്നൊക്കെ ഓൺലൈനായിട്ട് നമുക്ക് കയറി പറയാമായിരുന്നു. അന്ന് ചൊവ്വാഴ്ചയാണ്. ഞാൻ പറഞ്ഞു, ഒരു രക്ഷയില്ല, നമുക്ക് കയറണ്ട, ഞാൻ അച്ഛൻ പ്രാർത്ഥിക്കുന്ന കേൾക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഫോൺ ഓൺ ചെയ്തു. അന്നേരം അച്ഛൻ പറയുന്ന ഇതാണ്, ഇപ്പം മുതുകിന് വേദന കൂടിക്കിടക്കുന്ന ഒരാളെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന്. അന്നേരം തന്നെ എനിക്ക് സന്തോഷമായി. ഞങ്ങളെല്ലാവരും കൂടെ ഒക്കെ പ്രാർത്ഥിച്ചു, അമ്മേ എൻ്റെ കുഞ്ഞിനെ ആയിരിക്കണേ കർത്താവ് സുഖപ്പെടുത്തുന്നതേ എന്ന് പ്രാർത്ഥിച്ചു.
അവിടെ നിന്ന് അവൾ അത് അങ്ങനെയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ അവൾ എഴുന്നേറ്റു എന്നുള്ളതാണ്. എഴുന്നേറ്റ് ബാത്റൂമിലെല്ലാം പോയി. ഒരു 10 മണി കഴിഞ്ഞപ്പം ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരിക്കുന്നു, കൊച്ചെ ഡ്യൂട്ടിക്ക് ഇന്ന് കയറണമെന്നും പറഞ്ഞുകൊണ്ട് പുതിയതായിട്ട് വിളിച്ചതാണ്. അന്ന് അവൾ 1 മാസം ബെഡ് റെസ്റ്റ് പറഞ്ഞ് ഡോക്ടർ വിട്ടതാണ്. അന്ന് അവൾ ജോലിക്ക് കയറി എന്നുള്ളതാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, അവൾ അവിടെ എൻ്റെ ആങ്ങളയുടെ മോള്, അതിന് ജോലിയില്ലാതെ, അത് M.Tech കഴിഞ്ഞ കൊച്ചാണ്. ഒരു അച്ഛനില്ല, അതിന് ആങ്ങളയില്ല, ഒരു കൊച്ചേ ഉള്ളൂ. ഒരു ജോലിയില്ല, അതിന് ഒരു ഇതുമില്ല. അതിന് അമ്മയെ ഫെബ്രുവരി 14 എൻ്റെ ബർത്ത്ഡേ അമ്മയെ, അതിന് മുമ്പ് അതിനൊരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കണേന്ന് അമ്മയോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഫെബ്രുവരി 17-ാം തീയതി അതിനെ 2 സ്ഥലത്തു നിന്ന് ജോലിക്ക് വിളിച്ച്, കുവൈറ്റിൽ. അത് ഇപ്പം നല്ല സാലറി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ പറയാനുള്ളത്, എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോൻ 3 വർഷമായി കുഞ്ഞുങ്ങൾ ഇല്ലാതെ. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, എൻ്റെ ആൻറ്റിക്ക് ഒരു കുഞ്ഞിനെ കളിപ്പിക്കാൻ വേണ്ടി അവനൊരു കുഞ്ഞിനെ കൊടുക്കണം അമ്മയെന്ന് പ്രാർത്ഥിച്ചു. ഇപ്പോൾ കുഞ്ഞിന് 6 മാസമായി, അവന് കുഞ്ഞിനെയും കൊടുത്തു. പിന്നെ പറയാനുള്ളത്, എൻ്റെ 2ാമത്തെ മോള് ബൈക്ക് ഓടിക്കാൻ പഠിച്ചതാണ്. മുറ്റത്ത് വെച്ച് മറിഞ്ഞ് വീണ് ബൈക്ക് അവിടെ ദേഹത്ത് വീണ് ഭയങ്കര വേദനയും, അതിന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും മേല, കാലിൻ്റെ കണ്ണയ്ക്ക് ഭയങ്കര വേദന. അപ്പോൾ അത് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എൻ്റെ കൊച്ചുമോളെ സുഖപ്പെടുത്തിയപ്പോൾ നേരം വെളുക്കുമ്പോൾ ഇവളെയും സുഖപ്പെടുത്തണേന്ന് പ്രാർത്ഥിച്ചു. രാവിലെ എഴുന്നേറ്റ് വന്നേച്ച് പറയാം, അമ്മേ എൻ്റെ കാലിലെ എല്ലാ വേദനയും പോയി. എങ്ങനെ പോയാൽ രാത്രി മുഴുവൻ ഉറങ്ങാതെ കിടന്നവളാണ്. ഞാൻ ഈ തൈലം പുരട്ടിയും വിശ്വാസപ്രമാണം ചൊല്ലിയും പ്രാർത്ഥിച്ച് 12 മണി വരെ ഇരുന്നു. രാവിലെ എഴുന്നേറ്റ് ഒരു വേദനയില്ലായിരുന്നു. പിന്നെ എൻ്റെ കൊച്ചുമകന് +2-ന് 95% മാർക്ക് കൊടുക്കണേ. അവനെപ്പോഴും മൊബൈലില്ല. അവനൊരു അഡ്മിഷൻ +2-ന് കിട്ടണമെങ്കിൽ, +2 കഴിഞ്ഞ് കിട്ടണമെങ്കിൽ നല്ല മാർക്ക് വേണം തരണേന്ന് പ്രാർത്ഥിച്ചു. അവനെല്ലാത്തിനും നല്ല മാർക്ക് തന്ന, എല്ലാം 93% മാർക്ക് തന്ന അമ്മ അവനെ അനുഗ്രഹിച്ചു. അതുപോലെ എൻ്റെ മോക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട്, 2ാമത്തെ മോക്ക്. അതിനു വേണ്ടിയാണ് ഞാൻ ഈ ഉടമ്പടി എടുത്തത്. 2020 മെയ് 1-ാം തീയതി ഓൺലൈനായിട്ട് ഉടമ്പടി തുടങ്ങുന്നത്. അന്ന് തന്നെ ഞാൻ ഉടമ്പടി എടുത്തു എൻ്റെ കുഞ്ഞിന് വേണ്ടി. ഇപ്പോൾ അവൾ നന്നായിട്ട് വർത്തമാനം പറയും, എഴുതാനറിയാം, സൗണ്ട് ചെയ്ത് വായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാ അനുഗ്രഹങ്ങളും അമ്മ എനിക്ക് തന്നു. എൻ്റെ കൊച്ചുമക്കൾക്കൊക്കെ പഠിക്കാനുള്ള കഴിവും ബുദ്ധിയും എല്ലാം അമ്മ തന്നു. എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്ക് ഞാൻ കോടാനുകൂടി നന്ദി പറയും. ഇനി എൻ്റെ സങ്കടങ്ങളെല്ലാം എൻ്റെ അമ്മ എൻ്റെ കൂടെ നിന്ന് മാറ്റിത്തരും. എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ എൻ്റെ അമ്മ ഉണ്ടാവും എന്ന് വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ആരോൺ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരണേ. എൻ്റെ കൂടെ വന്നിരിക്കുന്നത് എൻ്റെ അമ്മച്ചിയാണ്, അമ്മയുടെ അമ്മ. എൻ്റെ അമ്മച്ചിയാണ് കൃപാസന മാതാവിനെ പറ്റി എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. എൻ്റെ അമ്മച്ചിയാണ് കൃപാസന മാതാവിന് വേണ്ടി ഉടമ്പടി എടുത്തേക്കുന്നത്. 31 മാർച്ച് 2023 അമ്മച്ചി ഉടമ്പടി എടുത്തേക്കുന്നത് ഇവിടെ വന്നിട്ട്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എൻ്റെ അമ്മച്ചിക്കും എനിക്കും കൃപാസന മാതാവ് തന്ന അനുഗ്രഹങ്ങളെ പറ്റി സാക്ഷ്യം പറയാനാണ്. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ കാര്യം പറഞ്ഞാൽ, ഞാനിപ്പോൾ 11-ാം ക്ലാസ്സിലാണ് പഠിക്കണേ. ഞങ്ങൾ ഷാർജയിലാണ്. ഞാൻ ഷാർജ ഇന്ത്യൻ സ്കൂളിലാണ് പഠിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം 10ാം ക്ലാസ്സിൻ്റെ ബോർഡ് എക്സാം ഡിസംബറിലായിരുന്നു എൻ്റെ മോഡൽ എക്സാം. അതിനുവേണ്ടി ഞാൻ നല്ലോണം പ്രാർത്ഥിച്ചു, ബുദ്ധിമുട്ടി, പഠിച്ചു. പക്ഷേ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് റിസൾട്ട് എത്തിയപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച മാർക്കുകൾ കിട്ടിയില്ല. കുറഞ്ഞ മാർക്കുകളാണ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ടാണ് മാർച്ച് 31-ാം തീയതി എൻ്റെ അമ്മച്ചി ഉടമ്പടി എടുത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നിയോഗം വെച്ചു. എനിക്ക് ഓൾ ഇന്ത്യ CBSE റാങ്ക് ലിസ്റ്റിൽ ടോപ്പ് 10 അല്ലെങ്കിൽ ടോപ്പ് 20 എൻ്റെ പേര് വരണമെന്നൊരു നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് ഇക്കൊല്ലം ആ ഓൾ ഇന്ത്യ CBSE റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യില്ല എന്ന്. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, എനിക്ക് സ്കൂൾ ടോപ്പർ ആയിരിക്കണം, ഫസ്റ്റ് റാങ്ക് കിട്ടണമെന്ന്. അങ്ങനെ ഞാൻ നല്ലോണം പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ ആദ്യത്തെ പരീക്ഷ ഞാൻ എഴുതി. നല്ലോണം പഠിച്ച് കഷ്ടപ്പെട്ട് എഴുതിയ ആ പരീക്ഷ നല്ല മാർക്ക് കിട്ടുന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ വീട്ടിലെത്തി. അടുത്ത പരീക്ഷയ്ക്ക് പോയി. അങ്ങനെ എഴുതി. പരീക്ഷ കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് പ്രതീക്ഷിച്ച മാർക്കുകൾ കിട്ടിയെന്ന് പറഞ്ഞാൽ കിട്ടി. പക്ഷേ
ആദ്യം എഴുതിയ പരീക്ഷയ്ക്ക് മാത്രം മാർക്ക് കുറഞ്ഞു. 100 പ്രതീക്ഷിച്ച പരീക്ഷയ്ക്ക് 90 കിട്ടി. അപ്പോഴാണ് എൻ്റെ അമ്മച്ചി പറഞ്ഞത് കൃപാസന മാതാവിനോട് നേർച്ച നേരാൻ. അങ്ങനെ ഞാൻ എൻ്റെ പള്ളിക്ക് പോയി മാതാവിനോട് നേർച്ച നേർന്നു. എനിക്കിനി 3 മാർക്കും കൂടിയും കിട്ടിയാൽ ഞാൻ സ്കൂൾ ടോപ്പറാവുമെന്ന് ഞാൻ മാധവനോട് പറഞ്ഞു. അന്നേരം ഞാൻ സെക്കൻഡ് ടോപ്പറായി. സെക്കൻഡ് റാങ്ക് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടണമെന്നായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചു, വിശ്വാസപ്രമാണം ചൊല്ലി. ഒരാഴ്ച ഞാൻ മുടങ്ങാണ്ട് 10 വിശ്വാസപ്രമാണം ഒരു ദിവസം ചൊല്ലി. നന്മ നിറഞ്ഞ മറിയമ കുറേ ചൊല്ലി പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് എൻ്റെ റീവാലുവേഷൻ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 3 മാർക്ക് കൂടി കിട്ടി. മിനിമം 3 മാർക്ക് കൂടിയാലാണ് ഞാൻ ഫസ്റ്റ് റാങ്ക് ആവുക എൻ്റെ സ്കൂളിൽ. അങ്ങനെ ഞാൻ സ്കൂൾ ടോപ്പറായി. പക്ഷേ ഇതിനെ മുൻപ് ഞാൻ റീവാലുവേഷന് കൊടുക്കുന്നതിന് മുൻപ് എൻ്റെ ടീച്ചേഴ്സ് എന്നോട് പറഞ്ഞത്, മോനെ നീ ഇംഗ്ലീഷിന് റീവാലുവേഷൻ കൊടുക്കുകയാണെങ്കിൽ അത് ലാംഗ്വേജ് ആയതുകൊണ്ട് മാർക്ക് കുറയാനാണ് സാധ്യത. എന്നെ അവർ ഡീമോട്ടിവേറ്റാണ് ചെയ്തത്. പക്ഷേ ഞാൻ എൻ്റെ മാതാവിൽ ഉറച്ച് വിശ്വസിച്ച് അത് റീവാലുവേഷന് കൊടുത്തിട്ടാണ് എനിക്ക് 3 മാർക്ക് കിട്ടിയത്. നന്ദി മാതാവേ. ഇനി എൻ്റെ അമ്മച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ അമ്മച്ചിക്ക് 10 വർഷമായിട്ട് ഫാറ്റി ലിവർ ഉണ്ട്. അപ്പോൾ എൻ്റെ അമ്മച്ചി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം ഇപ്പോൾ ഒരു സ്കാൻ ചെയ്തപ്പോൾ ആ ഫാറ്റി ലിവർ ഇല്ലാതായി. ആ ഒരു അസുഖം എൻ്റെ അമ്മച്ചിക്ക് ഇപ്പോൾ ഇല്ല. പിന്നെ മൂത്രസഞ്ചി ഇറങ്ങുന്ന ഒരു പ്രശ്നം കൂടിയും എൻ്റെ അമ്മച്ചിക്ക് ഉണ്ടായിരുന്നു. അതും ഈ അടുത്ത് ഇപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ അതുമില്ല. ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും എൻ്റെ അമ്മച്ചി ഉടമ്പടി ഉപ്പ് സ്ഥിരമായിട്ട് കഴിക്കുമായിരുന്നു. ഉടമ്പടി തൈലം വയർമ പറ്റി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ സ്ഥിരം ചെയ്ത് എൻ്റെ അമ്മച്ചിക്ക് ആ അനുഗ്രഹം കിട്ടി. ആ ഒരു അസുഖങ്ങൾ രണ്ട് അസുഖം